ബീഹാറിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 3-4 ദിവസത്തിന് ശേഷം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കും. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ഇലക്ട്രോണിക് യന്ത്രങ്ങൾ തുറന്ന് വോട്ട് എണ്ണും. ആർക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന കാര്യം നമുക്ക് അപ്പോഴേ അറിയാൻ കഴിയുള്ളൂ. തെരഞ്ഞെടുപ്പ് സർവേകളെല്ലാം സൂചിപ്പിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിൻ്റെയും നേതൃത്വത്തിൽ ബീഹാറിൽ വമ്പിച്ച വിജയം നേടും, അവർ സർക്കാരുണ്ടാക്കും എന്നാണ്. നിഷ്പക്ഷ നിരീക്ഷകർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന രാജ്ദീപ് സർദേശായിയെ പോലുള്ള ആളുകളും മറ്റ് മുതിർന്ന പത്രപ്രവർത്തകരുമൊക്കെ വിരൽ ചൂണ്ടുന്നത് NDAയുടെ വിജയത്തിലേക്കും തിരിച്ചുവരവിലേക്കുമാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യം, ലാലു പ്രസാദ് യാദവിൻ്റെ RJD സാമാന്യം ഭേദപ്പെട്ട വിജയം നേടും, പക്ഷേ കോൺഗ്രസ് വളരെ പിന്തള്ളപ്പെടും എന്നാണ്. അന്യഥ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന പത്രങ്ങൾ കൂടിയും അവിടെ പണം വാങ്ങിയിട്ടാണ് മത്സരിക്കാൻ ടിക്കറ്റ് കൊടുക്കുന്നത് എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പപ്പു യാദവിനെ പോലെ വളരെ കളങ്കിതരായ ആളുകളാണ് കോൺഗ്രസിൻ്റെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈവൻ മനോരമ പത്രം പോലും പറയുന്നത് പഴയകാലത്തെ ആധുലോക നേതാവായിരുന്ന ഷഹാബുദ്ദീൻ്റെ മകനെ പോലുള്ളവരൊക്കെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നത് എന്നാണ്. അപ്പോൾ കേവലം മുസ്ലിം യാദവ കൂട്ടുകെട്ടിനപ്പുറത്തേക്ക് പ്രത്യേകമായിട്ട് വോട്ടുകളൊന്നും ഇവർക്ക് സമാഹരിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പങ്ക് നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സ്വരാജ് പാർട്ടി കൊണ്ടുപോകും എന്നുകൂടി അഭിപ്രായമുണ്ട്. അപ്പോൾ എത്ര വ്യത്യാസം ഉണ്ടാകും എന്ന കാര്യത്തിൽ പലരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ദേശീയ ജനാധിപത്യ സഖ്യം ബീഹാറിൽ ജയിക്കും എന്ന കാര്യം ഏതാണ്ട് ആ ദിശയിലേക്കാണ് എല്ലാ പ്രവചനങ്ങളും വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഇവിടെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം, ശ്രീ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭഘട്ടത്തിലൊന്നും ബീഹാറിലുണ്ടായിരുന്നില്ല. മറ്റ് പാർട്ടികൾ വളരെ ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമ്പോഴൊക്കെ ഇദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയിരിക്കുകയാണ്. വെനിസ്വേല, കൊളംബിയ, ഗോട്ടിമാല മുതലായ രാജ്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും ഈ പപ്പു യാദവും കൂട്ടരുമൊക്കെ ചേർന്ന് അവിടെ ഉണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി ഹാവോക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അദ്ദേഹം പ്രചരണ രംഗത്ത് വന്നിട്ടും കുളത്തിൽ ചാടുന്ന പോലെയുള്ള ചില കലാപരിപാടികൾ മാത്രമാണ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിലൊന്നും അദ്ദേഹത്തെ കണ്ടില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം പുള്ളി ഹൈഡ്രജൻ ബോംബുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് പുള്ളിയുടെ പഴയ ആരോപണങ്ങളുടെ തുടർച്ചയാണ്. നേരത്തെ ആറ്റം ബോംബ് പൊട്ടിച്ചു. കർണാടകത്തിൽ വലിയ തോതിൽ കൃത്രിമമായിട്ട് ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തു. ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളൊക്കെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് എന്നൊക്കെ അദ്ദേഹം തെളിയിക്കാൻ ശ്രമിച്ചു. അത് കോൺഗ്രസ്സിലെ മിക്കവാറും നേതാക്കന്മാർ ഏറ്റുപിടിച്ചില്ല, ഘടകകക്ഷികൾ പ്രത്യേകിച്ചും ഗൗനിച്ചില്ല. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പാർട്ടികൾ പോലും അതിനോട് ഒരു അനുഭാവം പ്രകടിപ്പിച്ചില്ല. അഖിലേന്ത്യാ തലത്തിൽ വാഗൊണ്ട് നമ്മുടെ ശരത് പവാറോ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെയോ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഒരു യോജിപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും ഇതൊരു ദേശീയ പ്രശ്നമാക്കി മാറ്റാനോ വലിയൊരു പ്രക്ഷോഭം അഴിച്ചുവിടാനൊന്നും ആർക്കും സാധിച്ചില്ല. കോൺഗ്രസ്സിലെ തന്നെ മറ്റു നേതാക്കന്മാർ ഇതിനോട് തണുപ്പൻ നിലപാടാണ് സ്വീകരിച്ചത്. ഘടകകക്ഷികൾ പൂർണ്ണമായിട്ടും നിസ്സംഗത പാലിച്ചു. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ വലിയ ആരോപണം ഏറ്റെടുക്കാൻ ആളുകളില്ലാതെ മാധ്യമങ്ങൾ തന്നെ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് കൈയൊഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു തണുത്തുറഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പുറകെയാണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പുള്ളി പറയുന്നത് ഹരിയാനയിൽ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് വ്യാജമായി ചേർത്ത് ഒരേ ഒരു വോട്ടർ, അത് ഒരു പർട്ടിക്കുലർ വനിതാ വോട്ടർ ഏതാണ്ട് 233 മറ്റോ കള്ളവോട്ടുകൾ ചെയ്തു എന്നാണ്. ഇതൊക്കെ മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യമാണോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അവിടെ കോൺഗ്രസ്സിന് ബൂത്തിലിരിക്കാൻ ഏജൻറ്റുമാരും ഉണ്ടായിരുന്നില്ലേ, അവരുടെയൊക്കെ കണ്ണിൽ എന്തായിരുന്നു, മത്ത കുത്തിയിരിക്കുകയായിരുന്നു എന്നൊക്കെ ആളുകൾ തിരിച്ചു ചോദിക്കുന്നൊരവസ്ഥയുണ്ട്. അതെന്തുവാട്ടെ, കള്ളവോട്ട് നടന്നു എന്ന് തന്നെ വിചാരിക്കുക. അത് ബീഹാറിലെ പോലെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ് നടക്കുന്നതിന് തലേ ദിവസമാണോ ഇത് ഉന്നയിക്കുന്നതെന്നുള്ളൊരു ചോദ്യമില്ലേ. കാരണം എന്താ, ഇപ്പോൾ വളരെ നിസ്സാരമായിട്ട് മറ്റ് പാർട്ടികൾക്ക് ആരോപിക്കാൻ കഴിയും. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയം ഉറപ്പായതുകൊണ്ട് രാഹുൽ ഗാന്ധി ഹരിയാനയിൽ തട്ടിപ്പ് നടന്നു എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി എഴുതി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണത്തിൻ്റെ സന്നദ്ധത പ്രകടിപ്പിക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വരും. അപ്പോൾ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഒരിക്കലും അന്യൂനമാണെന്നോ കുറ്റമറ്റതാണെന്നോ ആർക്കും പറയാൻ പറ്റുകയില്ല. എല്ലാ കാലത്തും ഈ മരിച്ചുപോയ ആളുകളെ വോട്ടർ പട്ടികയിൽ നിലനിർത്തുകയും അല്ലെങ്കിൽ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുകയും കള്ളവോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ട്. ബീഹാറിലും മറ്റുമൊക്കെ ഇത് പണ്ട് മുതൽക്ക് വളരെ രൂക്ഷമാണ്. ബൂത്ത് പിടുത്തം, വോട്ടർമാരെ തട്ടിക്കൊണ്ടുപോകൽ, സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊലപ്പെടുത്തൽ, ഇങ്ങനെയൊക്കെയുള്ള പല
അതിക്രമങ്ങൾ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് പണ്ട് മുതലേ നടന്നിരുന്നത്. ഇപ്പോഴും പഴയ പോലെ ഇല്ലെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ കൃത്രിമം നടക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനൊരു ആരോപണം ഈ വൈകിയ വേളയിൽ ഉന്നയിച്ചിട്ട് എന്ത് നേട്ടമാണുള്ളത്? തെരഞ്ഞെടുപ്പിൽ കൃത്രിമമായ വോട്ടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിശ്ചിത സമയത്തിനകത്ത് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു കൊല്ലത്തിന് ശേഷം കഴിഞ്ഞ കൊല്ലം ഇതേ മാസം ഇന്ന തീയതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്രിമം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് പരിഹാസപാത്രമാകാം, പരിഹാസ്യനാകാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല. രാഹുൽ ഗാന്ധിക്കുള്ളൊരു ഗുണം ഇതാണ്. പുള്ളി ഈ ശരിയായ സമയത്ത് ശരിയായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയില്ല, തെറ്റായ സമയത്ത് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു പണ്ട് ചൗക്കിദാർ ചോർ ഹേ. സത്യത്തിൽ ആ ഒരൊറ്റ മുദ്രാവാക്യം കോൺഗ്രസിന് നഷ്ടപ്പെടുത്തിയ വോട്ടുകൾ എത്രയായിരുന്നു, നഷ്ടപ്പെടുത്തിയ മണ്ഡലങ്ങൾ എത്രയായിരുന്നു. അദ്ദേഹം തന്നെ അമേത്തിയിൽ തോറ്റുപോകുന്നതിൻ്റെ ഒരു കാരണം ഈ ചൗക്കിദാർ ചോർ ഹേ എന്ന ഈ അങ്ങാടി പിള്ളേരെ വിളിക്കാവുന്ന മുദ്രാവാക്യം രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് വിളിച്ചു എന്നുള്ളതാണ്. ഇത്തവണയും പുള്ളി അത് തന്നെ ആവർത്തിക്കുകയാണ്. വോട്ട് ചോർ ഗദ്ദാ ചോട്ട് എന്നാണ് പുള്ളിയുടെ മുദ്രാവാക്യം. അങ്ങനൊരു മുദ്രാവാക്യം ഈ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഉന്നയിക്കുമ്പോൾ അതിൽ വലിയൊരു അപാകമുണ്ട്. ഇത് അദ്ദേഹത്തിനും അറിയില്ല, അദ്ദേഹത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള വലിയ വലിയ അബദ്ധങ്ങൾ പുള്ളി നിരന്തരമായി പോയി ചാടിക്കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ ഈ ഹൈഡ്രജൻ ബോംബ് ആരോപണത്തെ നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലും വലിയ കൃത്രിമം നടന്നു എന്നൊരു ആരോപണവുമായിട്ട് പുള്ളി മുന്നോട്ട് വരും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ആരോപണത്തെ, ഇദ്ദേഹത്തിൻ്റെ ഈ വായ്ത്താരിയെ ലാലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവ് പോലും ഏറ്റുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള, അതേസമയത്ത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം.